കാറിൻ്റെ ബാക്കിൽ കിടന്നിട്ടായിരുന്നു ഞാൻ വന്നത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. സിവിയറായിട്ടുള്ള പെയിനും, എഴുന്നേൽക്കാൻ പറ്റാതെ, കാല് തറയിൽ കുത്താൻ പറ്റാത്ത ബുദ്ധിമുട്ടും, പിന്നെ നടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ അങ്ങനെ ഭയങ്കരമായ ബുദ്ധിമുട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. മരിക്കണമെന്നൊക്കെ ഈ പെയിൻ വരുമ്പോൾ തോന്നുമായിരുന്നു. നമസ്കാരം. ഈ വീഡിയോ ഞാനൊരു മാസം മുമ്പ് ചെയ്യേണ്ടതായിരുന്നു. എൻ്റെ മടി മൂലവും അലസത മൂലവും പിന്നെ അല്പസ്വല്പം ജോലിത്തിരക്ക് മൂലവുമാണ് ചെയ്യാതെ പോയത്. പക്ഷെ മുമ്പ് തന്നെ ചെയ്യേണ്ടതായിരുന്നു എന്നെനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തീരുമാനമെടുത്തത് ഇന്ന് ഞാൻ മലയാള മനോരമ ഓൺലൈനിൽ ഒരു ഫീച്ചർ വായിച്ചു. നിങ്ങൾക്കൊരു പക്ഷേ അനശ്വര രാജൻ എന്നു പേരുള്ള ഒരു നടിയെ അറിയാമായിരിക്കും. ആ നടിയുടെ ഒരു സഹോദരിയുണ്ട്, ഐശ്വര്യ രാജൻ. ആ കുട്ടി നടിയാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ കുട്ടിയെ എഴുതിയിട്ടിരിക്കുന്ന ഒരു ഫീച്ചറാണ്. ആ കുട്ടി ഏതാണ്ട് ഒരു 16-17 വയസ്സ് മുതൽ നേരിട്ടുകൊണ്ടിരുന്ന അതിഭീകരമായ ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ് അതിലെഴുതിയിരിക്കുന്നത്. നിങ്ങളത് വായിച്ചിട്ടില്ലെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് വായിച്ച് നോക്കുക. വളരെ വിശദമായിട്ട് തന്നെ ആ കുട്ടി അതിലെഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി നേരിട്ടുകൊണ്ടിരുന്ന രോഗം എന്ന് പറയുന്നത് ഫൈബ്രോമയാൾജിയ എന്ന അവസ്ഥയാണ്. അതായത് നമ്മുടെ ഞരമ്പുകളൊക്കെ ചുരുങ്ങി ശരീരമാസകലം ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് നിരന്തരമായ വേദന, ഒരിക്കലും ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ, ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ എഴുന്നേൽക്കാനോ നടക്കാനോ ഇരിക്കാനോ, ചില ആൾക്കാർക്ക് കുനിയാനോ ചില ആൾക്കാർക്ക് നിൽക്കാൻ, ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള ഒരു ദുരവസ്ഥ നിരന്തരമായിട്ട് നേരിടുന്ന ഒരു അവസ്ഥയാണ് ഈ ഫൈബ്രോമയാൾജിയ. ഈ രോഗത്തിന് ഒരു വൈദ്യശാസ്ത്രത്തിലും മരുന്നില്ല. അലോപ്പതിയിലില്ല, ആയുർവേദത്തിലില്ല, ഹോമിയോപ്പതിയിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. പിന്നെ നാച്ചുറോപ്പതിയിൽ അതിന് പരിഹാരമുണ്ടോ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അലോപ്പതിയിലും ആയുർവേദത്തിലും ഇല്ല, ഉറപ്പായിട്ടും ഇല്ല. അത് ഐശ്വര്യ രാജൻ പുള്ളിക്കാരിയുടെ ലേഖനത്തിൽ എഴുതുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു രോഗം പിടിപെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ആ രോഗത്തിൻ്റെ ദുരവസ്ഥ ആ കുട്ടിയുടെ വരികളിലൂടെ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത് ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്ന ഇതേ രോഗാവസ്ഥ ബാധിച്ച് ഏതാണ്ട് 6-7 വർഷത്തോളം ദുരിതമനുഭവിച്ച ഷംന നസീർ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഞാൻ നിങ്ങളെ മുമ്പ് പലവട്ടം പരിചയപ്പെടുത്തിയിട്ടുള്ള ശ്രീ ഉണ്ണി ഗുരുക്കളുടെ ചികിത്സ തേടുകയും ആ ചികിത്സയിൽ തനിക്ക് വന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള അവരുടെ സ്വന്തം അനുഭവസാക്ഷി നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്ന രോഗം എന്തുകൊണ്ടുണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് ഉണ്ണി ഗുരുക്കൾ എന്നോട് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഈ രോഗമുണ്ടാകുന്നതിൻ്റെ പരമപ്രധാനമായ കാരണം മാനസിക സമ്മർദ്ദമാണെന്നാണ്. അതായത് നിരന്തരമായ മാനസിക സമ്മർദ്ദം. അതിൻ്റെ കാരണങ്ങൾ എന്തുമാകാം. കുട്ടികൾക്ക് ഒരുപക്ഷെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടോ, കലാകായിക മത്സരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ, അച്ഛനമ്മമാരിൽ നിന്നും നേരിടുന്ന ചില സമ്മർദ്ദങ്ങൾ മൂലമോ, മുതിർന്നവർക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങൾ, ഇപ്പോൾ വിവാഹ ജീവിതത്തിലുള്ള അസ്വാരസ്യങ്ങൾ, അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് നിന്നുള്ള സമ്മർദ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത, എപ്പോഴും അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, അവരുടെ മനസ്സിന് സ്വസ്ഥത കൊടുക്കാത്ത എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ അവർക്ക് നിരന്തരമായിട്ടുണ്ടെങ്കിൽ, അതിനെ മറികടക്കാൻ അവർക്ക് മാനസികമായ കരുത്തില്ലെങ്കിൽ, അത്തരത്തിലുള്ള ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നം അവർക്ക് സുഖമായിട്ട് ഒരിക്കലും ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്. അവർ ഉറങ്ങാൻ ശ്രമിക്കും, പക്ഷേ ഈ ചിന്തകൾ, ഈ സമ്മർദ്ദം അവർക്ക് സുഖമായിട്ടുള്ള ഉറക്കം നൽകില്ല. ഉറക്കം ലഭിക്കാത്തത് കൊണ്ട് അവരുടെ ശരീരത്തിൽ നടക്കേണ്ടതായിട്ടുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീരം നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മളെ ചികിത്സിക്കുന്നത്. നമ്മൾ മറ്റെല്ലാ ജോലിയിൽ നിന്നും വിരമിച്ച് സുഖനിദ്രയിലേക്ക് വീഴുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് റിപ്പയർ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ മാത്രമേ ശരീരത്തിന് അത് സാധിക്കൂ. അതുകൊണ്ടാണ് പലരും പറയുന്നത് നമ്മൾ രാത്രി അത്താഴം നേരത്തെ കഴിക്കണമെന്ന്. അത്താഴം നേരത്തെ കഴിച്ച് ഏറെക്കുറെ അത് ദഹിച്ച ശേഷമാണ് നമ്മൾ ഉറങ്ങുന്നതെങ്കിൽ ശരീരത്തിന് ആഹാരം ദഹിപ്പിക്കാനുള്ള ഒരു ജോലി ആ സമയത്ത് ചെയ്യേണ്ടി വരുന്നില്ല. പൂർണ്ണമായും ആ സമയം റിപ്പയർ വർക്കുകൾക്ക് മാറ്റിവെക്കാൻ പറ്റും. ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ രോഗാവസ്ഥകൾ നാളെ ഒരു പക്ഷേ വലിയ രോഗങ്ങളായിട്ട് മാറാൻ സാധ്യതയുള്ള സകല രോഗാവസ്ഥകളെയും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ശരീരം പരിഹരിക്കും. രോഗം ശരീരം പരിഹരിക്കാൻ
സുഖകരമായ ഉറക്കം കിട്ടണമെങ്കിലും നമ്മുടെ ജീവിതചര്യകളിൽ ചില ചിട്ടകൾ നമുക്ക് പാലിക്കേണ്ടതായിട്ട് വരും. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. ഒരുപാട് വീഡിയോകൾ പലരും ഇതേക്കുറിച്ചൊക്കെ പറയുന്നതാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഉറക്കം കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നടക്കേണ്ട റിപ്പയർ വർക്കുകൾ നടക്കാതെ വരികയും ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാകുകയും ആ അസ്വസ്ഥത കൂടിക്കൂടി ഏതെങ്കിലുമൊക്കെ രോഗങ്ങളിലേക്ക് അത് വഴുതി വീഴുകയും ചെയ്യും. അത്തരത്തിൽ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് ഫൈബ്രോമയാൾജിയ. അപ്പോൾ ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഈ രോഗത്തിന് ചികിത്സയില്ലാത്തത് കൊണ്ട് തന്നെ ഈ രോഗം പിടിപെടുന്ന ആൾക്കാർ നിരന്തരമായിട്ടുള്ള ദുരിതത്തിലാണ് ജീവിക്കുന്നത്. എനിക്കിങ്ങനെ ഒരു രോഗത്തെക്കുറിച്ച് അറിഞ്ഞുകൂടായിരുന്നു. ഗുരുക്കൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ രോഗത്തെക്കുറിച്ച് അറിയുന്നത്. ഈ രോഗാവസ്ഥ നേരിടുന്ന നിരവധി വ്യക്തികൾ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം എന്താണ്? ഇന്ന് നമ്മളെല്ലാവരും ജീവിക്കുന്നത് സമ്മർദ്ദത്തിലാണ്. നമ്മൾ എല്ലാം സെൽഫ് സെൻട്രിക്കായിട്ടാണ് ചിന്തിക്കുന്നത്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് സ്വാഭാവികമാണെന്നും അതങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമെന്നും ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ലെന്നും ഞാൻ എൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട എന്നൊന്നും നമ്മൾ ആലോചിക്കാറില്ല. അതിനൊന്നുമുള്ള വിദ്യാഭ്യാസമോ പരിശീലനമോ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല, അതൊക്കെ വേറെ വിഷയങ്ങളാണ്. എന്ത് തന്നെയായാലും ശരി, ഈ ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്ന രോഗം അതിഭീകരമായൊരു രോഗമാണ്. ആ രോഗത്തിന് ഞാൻ ഈ പറഞ്ഞതുപോലെ മറ്റ് വൈദ്യശാസ്ത്രശാഖകളിലൊന്നും മരുന്നില്ല. എന്നാൽ മർമ്മ തെറാപ്പിയിൽ അതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ചികിത്സയുണ്ട് എന്നും താൻ ഈ ചികിത്സയ്ക്ക് പോയ ശേഷം എന്ത് സംഭവിച്ചു എന്നതും ഷംന നസീർ പറയുന്നു. അവർ പറയുന്ന ആ വാക്കുകൾ നമുക്ക് ഒന്ന് കേൾക്കാം. ഷംന നസീർ, വയനാടാണ് താമസിക്കുന്നത്. എൻ്റെ പ്രശ്നം ഒരു 5-6 വർഷമായിട്ട് സിവിയറായിട്ട് പെയിനും എൻ്റെ ബോഡി ജോയിൻറ്റുകൾ ഭയങ്കര പെയിനും അങ്ങനെയൊക്കെ ആയിരുന്നു. ഉറക്കമില്ലായ്മ ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. അങ്ങനെയാണ് ഞാൻ മൈസൂർ ഒരു ഓർത്തോടെ ഭയങ്കര പ്രശസ്തനായൊരു ഡോക്ടറിനെ കാണാൻ പോകുന്നത്. പുള്ളി ചെന്ന് കണ്ടിന് എൻ്റെ അസ്വസ്ഥതകളെല്ലാം പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഇത് ഫൈബ്രോമിയാൾജിയ എന്ന് പറയുന്ന ഒരു അസുഖമാണ്. ഞാൻ ഈ പേര് കേട്ടിട്ടേ ഇല്ല, ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. അതിനിങ്ങനെ സിവിയറായിട്ട് പെയിൻ വരും, പെയിൻ കില്ലറേ ഉള്ളൂ, വേറൊന്നും ചെയ്യാനില്ല, എക്സസൈസുകൾ എന്തെങ്കിലും യോഗയോ എക്സസൈസുകളോ മാത്രമേ ഇത് ചെയ്യാനുള്ളൂ, എന്നാൽ അതേ ഉള്ളൂ ഇതിന് മാർഗം എന്ന്. അത് കഴിഞ്ഞ് ആളെനിക്ക് കുറച്ച് മെഡിസിൻസ് എഴുതി തന്നു. അതിൽ പെയിൻ കില്ലറായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ ഈ എക്സസൈസും ചെയ്തു. കുറച്ച് കാലം കഴിച്ചാൽ മതി, കൂടുതൽ കഴിക്കേണ്ട, പെയിൻ കില്ലർ അത്ര നല്ലതല്ലാന്ന് ഡോക്ടർ പറഞ്ഞു. എക്സസൈസ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ എക്സസൈസ് ചെയ്തിട്ടും എനിക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഫലവത്തായില്ല. കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും വേദനകൾ തുടങ്ങാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കൈയുടെ ഷോൾഡറിന് അതികഠിനമായ വേദന തുടങ്ങി. കൈ പൊക്കാനും താഴ്ത്താനും പറ്റാത്തൊരവസ്ഥ വന്നു. അങ്ങനെയാണ് ഞാൻ ഒരു ന്യൂറോയെ കാണാൻ പോകുന്നത്. ന്യൂറോയെ കണ്ടപ്പോൾ ആൾ പറഞ്ഞു ഇത് ഞരമ്പൊക്കെ ഇങ്ങനെ ചുരുങ്ങി ബ്ലഡ് സർക്കുലേഷൻ കുറയുന്ന ഒരു രോഗമാണ് ഇത് ഫൈബ്രോമിയാൾജി എന്ന് പറയുന്നത്. അതിന് സക്സസ് ആയിട്ടുള്ള ഒരു മെഡിസിനൊന്നും ഇല്ല അലോപ്പതിയിൽ. പിന്നെ പെയിൻ കില്ലർ കഴിക്കുക എന്നുള്ളതല്ലാതെ എക്സസൈസ് മാത്രമേ അതിന് ആകെയുള്ള ഇത്. എന്നാലും കുറച്ച് ഈ ഞരമ്പിൻ്റെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് മെഡിസിൻസ് തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ന്യൂറോയുടെ തന്നെ കുറച്ച് മെഡിസിൻസും പെയിൻ കില്ലറും ജോയിൻ ചെയ്ത് തന്നു. ഞാനൊരു 3 വർഷത്തോളം ആ മെഡിസിൻ യൂസ് ചെയ്തു. ഒരു ഇടയ്ക്ക് നല്ല പെയിനൊക്കെ കുറഞ്ഞു വന്നപ്പോൾ ആൾ ഡോസ് കുറച്ചു. മെഡിസിൻ്റെ ഡോസ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10-12 ദിവസം കഴിയുമ്പോൾ പിന്നും പെയിൻ എനിക്ക് കൂടാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ആയി പോകുമ്പോഴത്തേക്ക് ഇത് ഈ പെയിൻ കില്ലർ അങ്ങനെ കഴിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത പെയിൻ വരുമ്പോഴത്തേക്ക് പിന്നെയും ഇതേമാതിരി സിവിയറായിട്ടുള്ള പെയിൻ വന്നു. പെയിൻ വന്നപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അങ്ങനെ ആകെ ടെൻഷനായിട്ടിരിക്കുന്ന സമയത്താണ് ജോർജ് സാമുവൽ സാറിൻ്റെ ഈ വീഡിയോ കാണുന്നത്. അതിൽ നിന്നാണ് ഈ ഉണ്ണി ഗുരുക്കൾ എന്ന ആളിനെ പരിചയപ്പെടുന്നത്. എൻ്റെ ഹസ്ബൻഡ് ആളുടെ നമ്പർ കളക്ട് ചെയ്ത് ആളിനെ വിളിച്ച് ഒരു അപ്പോയിൻമെൻ്റ് എടുക്കുന്നു. അത് കഴിഞ്ഞ് ശരിക്കും ഞാൻ ആ സമയത്തേക്ക് പുള്ളിയെ കാണാൻ വരുന്ന സമയത്ത് എനിക്ക് വയനാട്ടിൽ നിന്ന് ഈ പുള്ളി പറയുന്ന സ്ഥലത്തേക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഈ പെരുമ്പടപ്പ് എന്ന് പറയുന്ന സ്ഥലത്തെ KVM ഹോസ്പിറ്റലിലാണ് വരാൻ പറഞ്ഞത്.
ശരിക്ക് കാറിൻ്റെ ബാക്കിൽ കിടന്നിട്ടായിരുന്നു ഞാൻ വന്നത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. സിവിയറായിട്ടുള്ള പെയിനും എഴുന്നേൽക്കാൻ പറ്റാതെ കാല് തറയിൽ കുത്താൻ പറ്റാത്ത ബുദ്ധിമുട്ടും, പിന്നെ നടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ അങ്ങനെ ഭയങ്കരമായ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഗുരുക്കളും അസിസ്റ്റൻസും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോഴത്തന്നെ തെറാപ്പി ചെയ്യാമെന്ന് പറഞ്ഞു. തിരുമൽ തെറാപ്പിയായിരുന്നു അത്. ഫസ്റ്റ് വന്ന ഉടനെ തന്നെ എന്നെ തെറാപ്പിക്ക് കയറ്റി തെറാപ്പി ചെയ്തു. ഒരു ചെറിയ ഒരു ആശ്വാസം, കുറച്ച് നടക്കാൻ പറ്റി, ഇരിക്കാനൊന്നും പറ്റിയില്ല, എങ്കിൽ പോലും കുറച്ച് നടക്കാൻ പറ്റി. അങ്ങനെ 2, 3, 4 തെറാപ്പിയൊക്കെ ആയപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടില്ലാതെ എഴുന്നേൽക്കാനും ഇരിക്കാനും ഒക്കെ പറ്റാൻ തുടങ്ങി, കിടക്കാനും ഒക്കെ പറ്റാൻ തുടങ്ങി, വേദനകൾ കുറയാൻ തുടങ്ങി. എന്തായാലും 14 തെറാപ്പിയാണ് ഗുരുക്കൾ പറഞ്ഞത്. ആ 14 തെറാപ്പി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് 90% കുറവ് വന്നു. പുള്ളി പറയുന്നത് ഇനി 2 കോഴ്സും കൂടി ചെയ്യണം. എന്നാൽ പുള്ളി ഈ ഫൈബ്രോമിയാൾജിയ എന്ന് പറയുന്ന രോഗം ഫുള്ളി മാറ്റിത്തരാം എന്നാണ് ഗുരുക്കൾ പറയുന്നത്. KVM ഹോസ്പിറ്റൽ നല്ലൊരു ഹോസ്പിറ്റലാണ്. എനിക്ക് അവിടുത്തെ അവരുടെ കെയറിങ്, അവിടുത്തെ തെറാപ്പിസ്റ്റുകളുടെയും പിന്നെ എല്ലാവരുടെയും തന്നെ കെയറിങ് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നല്ല ക്ലീനിങ്, നല്ല വൃത്തിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഫുഡൊക്കെ തന്നെയാണെങ്കിലും നല്ല ഫുഡ് തന്നു. എല്ലാവരും നല്ല കെയറിങ് ആയിരുന്നു. പിന്നെ അതേപോലെ ഗുരുക്കളുടെ ഈ ട്രീറ്റ്മെൻറ്റ് ശരിക്ക് എനിക്ക് ഭയങ്കര, സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. മരിക്കണമെന്നൊക്കെ ഈ പെയിൻ വരുമ്പോൾ തോന്നുമായിരുന്നു. അതെല്ലാം ഇപ്പോൾ എനിക്ക് ആ മനസ്സിനൊക്കെ ഒരു ചെറിയ നല്ലൊരു ആശ്വാസമുണ്ട്. ആ തോന്നലൊക്കെ എനിക്ക് മാറി തുടങ്ങി. പുള്ളി ഫുള്ള് മാറ്റിത്തരും എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഭയങ്കര സന്തോഷമാണ്. എന്തായാലും എത്ര നന്ദി പറഞ്ഞാലും തീരൂല. എന്തായാലും ഈ വീഡിയോ കാണാൻ ജോൺ സാമുവൽ സാറിൻ്റെ വീഡിയോ ആണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. അതിലെനിക്ക് ആ വീഡിയോ ചെയ്ത സാറിന് വളരെയേറെ നന്ദിയുണ്ട്.